ബിയർ കുടിച്ചാൽ പൊതുവെ ഇത് വരാനുള്ള ചാൻസ് കുറവാണ്. ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡിന്റെ കളർ വരാം, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ സിവിയർ പെയിൻ വരുമ്പം അതിന്റെ ഒരു റിഫ്ലക്സ് ആയിട്ടാണ് നമുക്ക് ഈ നോസിയ വോമിറ്റിംഗ് വരുന്നത്. ചിലർ പറയുന്നത് താഴോട്ട് പോവാത്തതുകൊണ്ട് മുകളിലോട്ട് കയറി വരുന്നതാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് നമ്പർ 1 പ്രിവെന്റീവ് ടാക്ടിക്. ആണുങ്ങൾക്ക് പ്രസവ വേദന വരുന്ന പോലെ ഉള്ള സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ്. നമസ്കാരം, ബിയോണ്ട് റൗണ്ട്സ് ഹെൽത്ത് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ അച്യുതാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ കുറേയധികം കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂറിനിൽ നമുക്ക് കുറേ അവയവങ്ങളുണ്ട്. കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് എന്നൊക്കെ പറയും. അതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഒരു കല്ലുണ്ടാവുന്നത് തന്നെയാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് അത് അലിഞ്ഞു പോകും. സാധാരണ പോലെ നമ്മുടെ യൂറിനിൽ ഇതുപോലെ പല കോമ്പണൻസ് അലിഞ്ഞു കിടക്കുകയാണ്. ഒന്നേ ഈ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കോമ്പണൻസിൻ്റെ മിനറൽസിൻ്റെ അളവ് കൂടുമ്പം അത് ക്രിസ്റ്റലൈസ് ചെയ്ത് അത് യോജിച്ച് ഒരു കല്ലായിട്ട് മാറുക ചെയ്യും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നത്. കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഏറ്റവും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കോസ് ഡീഹൈഡ്രേഷൻ ആണ്. ബേസിക്കലി നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അലിഞ്ഞു പോകുന്നത്. കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അലിയാണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പം യൂറിനിൽ വെള്ളത്തിന്റെ അളവ് കുറവാണ്, ഈ പറയുന്ന മിനറൽസിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഇതുപോലെ ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. വെള്ളം കൂടി കുറഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പക്ഷേ ഈ യൂറിനിൽ നമുക്ക് സ്റ്റോൺ വരാതിരിക്കാനുള്ള കുറച്ച് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ആൾക്കാരുടെ ഇടയിൽ അത് മാറും. അതുകൊണ്ടാണ് ചിലവർക്ക് ഡീഹൈഡ്രേറ്റഡ് ആയാലും സ്റ്റോൺ വരാത്തത്, ചിലവർക്ക് പലതവണയായിട്ട് സ്റ്റോൺ വരുന്നതൊക്കെ നമ്മളുടെ ബോഡിയുടെ ഒരു മേക്കപ്പിന്റെ ഒരു രീതിയിലും വ്യത്യാസങ്ങൾ വരും. ഹൈ സോൾട്ട് ഡയറ്റ്, പിന്നെ ഉള്ളത് ഡയറ്റ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലിലെ ജങ്ക് ഫുഡ്, ഹൈ സോൾട്ട് ഫുഡ് ഉള്ളത് കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സോൾട്ടിന്റെ കൂടെ കാൽഷ്യം എക്സ്ട്രാ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. ആ കാൽഷ്യം കൊണ്ട് കാൽഷ്യം സ്റ്റോൺസ് ഫോം ചെയ്യും. പിന്നെ ഓക്സലേറ്റ് റിച്ച് ഫുഡ്സ്, നമ്മൾ പറയുന്ന പോലെ ചിലതരം പച്ചക്കറികൾ, സ്പിനാച്ച്, നട്ട്സ്, ആൽമണ്ട് അല്ലെങ്കിൽ കാഷ്യൂ, ചോക്ലേറ്റ്സ്, ഇതൊക്കെ അമിതമായി എടുക്കുവാണെങ്കിലും സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് യൂറിക് ആസിഡ് കൂടിയിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെഡ് മീറ്റ്, യൂഷ്വലി ആനിമൽ പ്രോട്ടീൻ എക്സസ് എമൗണ്ടിൽ എടുക്കുവാണെങ്കിൽ ഈ യൂറിക് ആസിഡ് ലെവൽസ് കൂടുവോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ കൂടുവാണെങ്കിൽ അത് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. ഇതിൽ നിന്ന് നമുക്ക് പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? വെള്ളം കുടിക്കുക എന്നല്ലാതെ. സത്യം പറഞ്ഞാൽ അതാണ് നമ്പർ 1 പ്രിവെന്റീവ് ടാക്ടിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. യൂറിൻ എപ്പോഴും ഒരു ക്ലിയർ അല്ലെങ്കിൽ മാക്സിമം ഒരു പെയിൽ യെല്ലോ കോൺസെൻട്രേഷനിൽ വെക്കുക. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ശ്രദ്ധിക്കുക. ഒരു പെയിൽ യെല്ലോ കളറിന്റെ കാട്ടി കൂടുതൽ മഞ്ഞയിലോട്ട് പോവാതിരിക്കുക. അതാണ് നമുക്ക് ആക്ച്വലി മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഈ പറയുന്ന പോലെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഹൈ സോൾട്ട് ഫുഡ് കുറയ്ക്കുക, ഓക്സലേറ്റ് റിച്ച് ഫുഡ് കുറയ്ക്കുക, യൂറിക് ആസിഡ് കൂട്ടുന്ന ആനിമൽ പ്രോട്ടീൻ, എക്സസ് ആനിമൽ പ്രോട്ടീൻ എടുക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടും ആൻഡ് മോസ്റ്റ് ഓഫൺ ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ ചൂടുള്ള സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ആ ടൈമിലാണ് വരുന്നതെന്ന് പറയുന്നു. പക്ഷെ തണുപ്പുള്ള ടൈമിൽ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ചിലപ്പോൾ അവർ വെള്ളം കുടിക്കാതെ വരുന്നു. ഇപ്പൊ രണ്ട് സമയത്തും കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു? അത് ബേസിക്കലി നമുക്ക് ബോഡിയുടെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് ആണ്. നമ്മളിപ്പോൾ ബോഡി നമ്മളുടെ വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ലപോലെ വെള്ളം കുടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയുന്നു. ഇപ്പൊ AC ഇരിക്കുന്ന ആൾക്കാർ വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിലും വേണമെങ്കിൽ വരാം. പക്ഷെ നമുക്ക് കൂടുതലും ഒരു ഹീറ്റ് എക്സ്പോഷർ ഉള്ള ജോബ്സിൽ അല്ലെങ്കിൽ വെള്ളം കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ജോബ്സിലൊക്കെയാണ് കൂടുതലും സ്റ്റോൺ ഫോർമേഷൻ കാണാറുള്ളത്. ഓക്കെ, ഈ സ്റ്റോൺ ഫോർമേഷൻ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ മേ ബി ഹെറിഡിറ്ററി ആയിട്ട് വരാമെന്ന് കേട്ടിട്ടുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് വരാം. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ കേസിലും നമുക്കൊരു ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റോൺ കാണണം. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പിൽ ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോഴാണ് യൂഷ്വലി ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ സ്റ്റോൺ കാണുന്നത്. അപ്പോൾ സ്റ്റോൺ നേരത്തെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റോ കാര്യങ്ങളോ തൽക്കാലം ഇല്ല. നമ്മൾ യൂഷ്വലി ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ചെറിയ സ്റ്റോൺസ് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാം. ഡോക്ടർ, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ സ്കാനിങ് കാര്യങ്ങൾ തന്നെ? നമ്മൾ അങ്ങനെ ഒരു അച്ഛന് സ്റ്റോൺ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കണമെന്നുള്ള ഒരു ഗൈഡ് ലൈൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെയില്ല. അതിനൊരു ചാൻസ് ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ സ്റ്റോൺ വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ സ്ക്രീനിങ് ഇല്ലേ, ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്ന പോലെ സ്റ്റോൺ നമ്മൾ യൂഷ്വലി അങ്ങനെ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ എന്തുകൊണ്ട് CT കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു? അപ്പോൾ അൾട്രാസൗണ്ട് ഇനിഷ്യലി എടുത്തിട്ട് നമ്മളൊരു സ്റ്റോൺ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോണിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സേ ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുമോ,
കിഡ്നിക്ക് വീക്കം എന്ന് പറയുന്ന പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ CT സ്കാൻ എടുക്കുന്നത്. CT സ്കാൻ ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. വെച്ചാൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് 99.5% അത് കാണാൻ പറ്റും, അതിൻ്റെ സൈസ് അറിയാൻ പറ്റും, അതിൻ്റെ ഏകദേശം അതിൻ്റെ ഡെൻസിറ്റി അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കൊരു ഉണ്ടായ ഇൻസിഡൻറ്റ് ഞാൻ ചോദിക്കുകയാണ്. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒരു പെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നു. സിവിയർ പെയിൻ ആണ് ആൾ പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കട്ടറിൽ വീഴുന്നു. അപ്പോൾ ആൾക്ക് ആ ഒരു പെയിൻ മാറുന്നു. സോ ഡു യു തിങ്ക് അത് ആ ടൈമിൽ മൂവ് ചെയ്തെന്നാന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൽ എന്താ പുറത്തോട്ട് പോയെന്ന് പറയും, എന്തായിരിക്കും അതിലൊരു? അല്ല, അത് ഈ ഗട്ടറിൽ വീണപ്പോൾ പെയിൻ കുറഞ്ഞെന്ന് പറയുന്നത് പ്രോബബ്ലി കോയിൻസിഡൻ്റൽ ആയിരിക്കും. കാരണം സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് സാധാരണ ഇറങ്ങി വരുമ്പോൾ ഈ ട്യൂബിൽ 3 തരം സ്ഥലത്താണ് എപ്പോഴും ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആവാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മൂത്രസഞ്ചിയിലോട്ട് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റോൺ നല്ല വേദന ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്ന പോലെ ഉണ്ടാക്കും. ആ സ്റ്റോൺ ചാടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ വേദന കുറയുകയും ചെയ്യും. ഈ ഗട്ടറിൽ വീണെന്ന് അതും തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ബിയർ കുടിച്ചാൽ പൊതുവെ ഇത് വരാനുള്ള ചാൻസ് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അതിലൂടെ ഡോക്ടർ യോജിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു മിത്താണ്. ബിയർ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും, അതിനൊരു ഡയോറിറ്റിക് ആക്ഷൻ ഉണ്ട്. പക്ഷെ മറുവശത്ത് ഈ ഡയോറിറ്റിക് ആക്ഷൻ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിയർ ഡീഹൈഡ്രേഷൻ കോസ് ചെയ്യും. ബോഡിയിലുള്ള വെള്ളം എടുത്തിട്ടാണ് നമ്മൾ യൂറിനായിട്ട് പോകുന്നത്. പിന്നെ യൂറിക് ആസിഡിന്റെ സൈഡ് എഫക്ട്സ് ആണ് കൂടുതൽ. ബിയർ കുടിക്കുന്നത് സ്റ്റോൺ പ്രൊട്ടക്റ്റീവ് അല്ല. ഓക്കെ, അപ്പൊ അത് കൊള്ളില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. സ്റ്റോൺ പേഷ്യൻസിന് എന്തായാലും ബിയർ കുടിക്കുന്നത് നല്ലതല്ല. ഓക്കെ, നമുക്ക് കിഡ്നി സ്റ്റോൺ നമുക്ക് വരാതിരിക്കാനുള്ള കുറെ പ്രിക്കോഷണറി മെത്തേഡ്സോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയാറുണ്ട്. ഇപ്പം ഒരു തവണ സ്റ്റോൺ വന്ന ഒരാൾക്ക് പിന്നെ അത് ജീവിതത്തിൽ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 50% ആണ്. ഇപ്പോൾ നോർമൽ ഒരാളെ വെച്ച് നോക്കുമ്പോൾ 10x ടൈം റിസ്ക് ഉണ്ട് പിന്നെയും സ്റ്റോൺ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു സ്റ്റോൺ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷെ പ്രൈമറിലി നമ്മൾ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു 2.5 to 3 liters ഓഫ് വാട്ടർ ഡെയിലി എടുക്കണമെന്ന് പറയും. പക്ഷെ അതിനെയും കാട്ടി ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പെയിൽ യെല്ലോ അല്ലെങ്കിൽ ക്ലിയർ യൂറിൻ ആയിട്ട് വെക്കുന്നതാണ് ഒരു ആഡിക്വേറ്റ് ഹൈഡ്രേഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂറിക് ആസിഡ് കൂട്ടുന്ന ടൈപ്പ് ഫുഡ്, എസ്പെഷ്യലി റെഡ് മീറ്റ്, ഈ ഓക്സലേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഈ നട്ട്സ്, ചോക്ലേറ്റ്, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് സ്പിനാച്ച് എന്നൊക്കെ പറയുന്നതൊക്കെ ഓക്സലേറ്റ് റിച്ച് ഫുഡാണ്. ഹൈ സോൾട്ട് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെയൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഹൈ സോൾട്ട് ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷെ ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുന്നത് നമുക്കൊരു പ്രിക്കോഷനാന്ന് പറയുന്നത് വെള്ളം നല്ലപോലെ കുടിക്കാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റോൺ അതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്? നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഇതിൽ പല ആൾക്കാർ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാലും പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഈ സ്റ്റോൺ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലോട്ട് വരുന്ന ഒരു ട്യൂബ് ഉണ്ട്, യൂറേറ്റർ എന്ന് പറഞ്ഞ ട്യൂബ് ഉണ്ട്. ആ ട്യൂബിലോട്ട് വന്ന് സ്റ്റോൺ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് യൂഷ്വലി പെയിൻ ആയിട്ട് വരുന്നത്. കിഡ്നിയിൽ ആസച്ച് സ്റ്റോൺ ഫോം ചെയ്താലും വലിയ സ്റ്റോൺ ആണെങ്കിലും പെയിൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ ട്യൂബിലോട്ട് ഇറങ്ങി തടസ്സം ഉണ്ടാക്കി കഴിയുമ്പോൾ ആണ് നമുക്ക് ഈ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പെയിൻ വരുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. പേഷ്യൻ്റെ ബേസിക് നമുക്ക് ഇൻഫെക്ഷൻ്റെ റേറ്റ്, കിഡ്നിയുടെ ഫംഗ്ഷൻ, ഒരു CT സ്കാൻ എടുത്ത് നോക്കും. ഈ CT സ്കാനിൽ നമുക്ക് ഈ സ്റ്റോണിൻ്റെ സൈസ് ഒരു ഫാക്ടറാണ് നമ്മൾ എന്ത് തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്കിപ്പോൾ ഓവറോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമലാണ്, ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സ് ഇല്ല, സ്റ്റോൺസ് ഒരു 8 mm സൈസിനും കാട്ടി കുറവാണ്, അതാണ് നമ്മളൊരു കട്ട് ഓഫ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇച്ചിരി താഴോട്ട് യൂറേറ്ററിൻ്റെ താഴോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് 1 centimeter സൈസ് സ്റ്റോൺസ് വരെ നമ്മൾ ചിലപ്പോൾ മെഡിക്കലി മാനേജ് ചെയ്യും. അതിനും നമ്മളൊരു ടൈം ലിമിറ്റ് കൊടുക്കും. 4 weeksന്റെ ഉള്ളിൽ സ്റ്റോൺ ചാടി പോയില്ലെങ്കിലാണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റിന് പോകുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ട് വരുമ്പോൾ തന്നെ, കിഡ്നി പേഷ്യന്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ തന്നെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ട്, ഈ പറയുന്ന റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എലിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റോണിന്റെ സൈസ് 1.5 centimeters അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു സർജിക്കൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ 8 mm എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഈ പൊടിച്ചു കളയുന്ന രീതികൾ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റോൺ സർജറീസ് ഇപ്പം എൻഡോസ്കോപ്പിക് ആണ്. കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂറിട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. സ്കാർലെസ് ആണ്. അത് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് കല്ല് പൊടിച്ചിട്ട് ഒരു സ്റ്റെൻഡ് ഇടും. ചില കേസസിൽ ഇനീഷ്യൽ സിറ്റിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ആദ്യമേ കയറി സ്റ്റോൺ പൊട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ട് ആ പ്രൊസീജിയർ സ്റ്റേ ചെയ്യും. പിന്നെ ഒരു ദിവസം വന്നിട്ട് നമ്മളത് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. സർജറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്തപ്പോൾ ചിലപ്പോൾ അതിൽ ഒരു സ്റ്റോൺ കണ്ടേക്കാം, ബട്ട് അത് പെയിൻലെസ് ആണ്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഡോക്ടർ എടുക്കുക? അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്ഥിരം OP-യിൽ ഇപ്പോൾ പേഷ്യൻസ് വരാറുണ്ട്. നമ്മളിപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട്
ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിൽ അൾട്രാസൗണ്ട് അതുണ്ടാവും. അതിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റോൺസ് ഇങ്ങനെ 2mm 3mm സ്റ്റോൺസ് ഇനത്തെ കിഡ്നി എന്നൊക്കെ പറയുന്നതിൽ നമ്മളതൊരു ഫോളോ അപ്പിന് വെച്ചാൽ മതി. ലാർജർ സൈസ് സ്റ്റോൺസ് നമ്മൾ 8mm മുകളിൽ 1 cm മുകളിലുള്ള സ്റ്റോൺസിന് മാത്രമേ നമ്മൾ എലക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ചെറിയ സ്റ്റോൺസ് നമ്മളിപ്പോൾ 5mm 6mm 2mm 3mm എന്ന സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂഷ്വലി ഒരു ഫോളോ അപ്പിന് വെക്കത്തേ ഉള്ളൂ. നമുക്ക് വെള്ളം കുടിച്ച് തള്ളി പോകുന്നതാണോ ഈ സ്റ്റോൺസ്? ഞാൻ പറഞ്ഞില്ല, ഈ സൈസ് സ്റ്റോൺസ് ഇറങ്ങി വരുവാണെങ്കിൽ ചാടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കയറി ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ ഡിസൊല്യൂഷൻ ഏജന്റും ഹൈഡ്രേഷനും കുറച്ച് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു 6 months to 1 yearന്റെ ഉള്ളിൽ പിന്നെയും ഒരു റിപ്പീറ്റ് സ്കാൻ എടുത്ത് നോക്കും. നമുക്ക് പൊതുവേ ഒരു പെയിൻ വന്നിട്ടാണ് നമ്മൾ അറിയുന്നത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ആണെന്നുള്ള ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് നടുവേദന വരുമ്പോൾ ഓൾമോസ്റ്റ് പലർക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത് ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ആയി മാറിയേക്കാം, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ നേരെ തിരിച്ചും വന്നേക്കാം. എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? കിഡ്നി സ്റ്റോണിന്റെ പെയിന് ടിപ്പിക്കലി നല്ല സിവിയർ ആയിരിക്കും. നമുക്ക് ആണുങ്ങൾക്ക് പ്രസവ വേദന വരുന്ന പോലെ ഉള്ള സിവിയർ ആയിട്ടുള്ള പെയിനാണ് നമുക്ക് സാധാരണ കിഡ്നി സ്റ്റോൺസ് വരുമ്പോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ വെച്ചാൽ നമുക്കിപ്പോൾ നടുവേദന അല്ലെങ്കിൽ മസിൽ പിടിച്ച വേദനയൊക്കെ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ അനങ്ങാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ വേദന കുറയും. കിഡ്നി സ്റ്റോണിന്റെ പെയിൻ അങ്ങനെ കുറയത്തില്ല, കണ്ടിന്യൂസ് ആയി. അത് യൂഷ്വലി അതിനൊരു വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് പറയും. നമുക്ക് സിവിയർ ആയിട്ട് പെയിൻ വരും, കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാവും, പിന്നെ അത് കുറയും. പക്ഷെ നമ്മളിപ്പോൾ കിടന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുവോ അങ്ങനെയെങ്ങാനും ചെയ്താൽ സാധാരണ രീതിയിൽ അത് കുറയത്തില്ല. പിന്നെ ഇതേ പെയിനിന്റെ കൂടെ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചില്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡിന്റെ കളർ വരാം, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും സ്റ്റോൺ കാരണമുള്ള പെയിൻ ആയിട്ട് നമുക്ക് കരുതാം. നോസി അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുക, അത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തോന്നുന്നു? അത് ശരിക്കും ആ സിവിയർ പെയിൻ വരുമ്പം അതിന്റെ ഒരു റിഫ്ലെക്സ് ആയിട്ടാണ് നമുക്ക് ഈ നോസിയ വോമിറ്റിംഗ് വരുന്നത്. ചിലർ പറയുന്നത് താഴോട്ട് പോകാത്തതുകൊണ്ട് മുകളിലോട്ട് കയറി വരുന്നതാണെന്ന് പറയുന്നത്. ഇല്ല ഇപ്പം വോമിറ്റിംഗ് ഒക്കെ വരുന്നത് നമ്മളിപ്പോൾ കുടൽ സംബന്ധമായിട്ടുള്ളതാണ് സാധാരണ രീതിയിൽ കാണുന്നത്. പക്ഷേ കുടലും കിഡ്നിയുടെ സിസ്റ്റമും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം നെഞ്ചുവേദന വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഷോൾഡറിൽ പെയിൻ വരും എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു മെക്കാനിസമാണ്. ആ ഒരു കോമൺ നെർവ് സപ്ലൈ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സിവിയർ കിഡ്നി സ്റ്റോണിന്റെ സിവിയർ പെയിൻ വരുമ്പോൾ അതിന്റെ കൂടെ വോമിറ്റിംഗ് വരുന്നത്. ഓക്കെ, സോ കിഡ്നി സ്റ്റോൺ എന്നുള്ളത് ശരിക്കും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെ ഉണ്ടെന്നുള്ളത്. അതാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ കിഡ്നി സ്റ്റോൺസ് വരുവാണെങ്കിൽ നമുക്ക് അതിന് സ്റ്റോണിന്റെ സൈസും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.